ഹായ് ഹലോ എല്ലാവർക്കും ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെവിടെയുള്ള ഇന്ന് ഞങ്ങളുള്ളത് പളനിയിലാണ്. അതെ, മൊട്ടയടിക്കാൻ വന്നതാ കേട്ടോ. അപ്പൊ പളനിയില് ഞങ്ങളിപ്പോ വന്നതേ ഉള്ളൂ. ഇപ്പൊ സമയം 9 മണിയായി. ഞങ്ങൾ 12 മണിയൊക്കെ കഴിഞ്ഞപ്പോ തൃപ്പൂണിത്തുറ ഇറങ്ങിയതാ. ബസ്സിനാ പോകുന്നത് അല്ലെ, സ്വിഫ്റ്റിനാണ് കേറിയത്. അത് പാലക്കാട് വന്നു. പാലക്കാട് വരെ നമ്മുടെ KSRTC സ്വിഫ്റ്റിന് വന്നു. അവിടുന്ന് ഒരു പൊള്ളാച്ചി വണ്ടി കയറി പൊള്ളാച്ചിയിൽ ഇറങ്ങി. അവിടുന്ന് പളനി വണ്ടി കയറി പളനിയിൽ ഇറങ്ങി. പാലക്കാട് വന്നപ്പോഴത്തേനും ഉണ്ടല്ലോ 12:30-ക്ക് വൈറ്റില ഹബ്ബിൽ നിന്ന് എടുത്ത സ്വിഫ്റ്റ് പാലക്കാട് വന്നു കഴിഞ്ഞപ്പോ 5 മണിയായി. 5 മണി. അത് കഴിഞ്ഞ് പിന്നെ 5:30 ആയപ്പം അവിടുന്ന് പൊള്ളാച്ചി വണ്ടി കിട്ടി. 7 മണിയായപ്പോ പൊള്ളാച്ചി വന്നു. അന്നേരെ ഒരു 7:15 അല്ലെ, 7:15 ആയപ്പോഴത്തേനും പളനി വണ്ടി കിട്ടി. അവിടെ വന്നു ഇറങ്ങി. ഒരു 8:45 കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പൊ ഇവിടെ പളനി വന്നു. ഇങ്ങനെ അമ്പലത്തിന്റെ അടുത്തോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇനി ഒരു റൂം തപ്പണം. പെട്ടെന്ന് വന്നായോ? അതെ അതെ. അപ്പൊ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോ 2 ദിവസം വർക്കില്ലാതെ ഇരുന്ന് കഴിഞ്ഞപ്പോ എന്നാ പളനിക്ക് പോയേക്കാം, എന്നാ ആ കൂട്ടത്തിൽ മൊട്ട അടിച്ചേക്കാന്ന് വിചാരിച്ചു. പളനിയുടെ രാത്രി വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാ, സൂപ്പർ, ഒന്നും പറയാനില്ല. കണ്ടോ, അങ്ങ് കാണുന്നത് പളനിയാണേ. എപ്പോഴും ഇവിടെ നല്ല ലൈവാന്ന് തോന്നല്ലേ. കണ്ടോ, അതാണ് പളനി മല. ഇപ്പൊ നമുക്ക് ശരിക്കും പളനിയാണോ പഴനിയാണോ കേട്ടോ, രണ്ടും പറയും തോന്നല്ലേ. ഏതാ, പളനിയാണോ പഴനിയാണോ? അയ്യോ, അങ്ങനെ ചോദിച്ചാല് ഇപ്പം അതെനിക്ക് അവർക്ക് റായില്ലാത്തോണ്ട് അവർ റാ പറയുന്ന തോന്നുന്നല്ലേ. നമ്മള് റായല്ലേ പറയാ, പഴനി നമുക്ക് പഴനിയാന്ന് തോന്നുന്നു നമ്മളെ, അല്ലെ? അതെ, നമ്മൾ മലയാളികൾ പറയുന്ന പഴനിയാന്ന് തോന്നുന്നു. അപ്പൊ അതൊന്ന് കമന്റ് ചെയ്യണേ. രണ്ടും പറയുന്ന കേൾക്കാം. അതെ, നമ്മുടെ മലയാളികൾ തന്നെ പളനി എന്ന് പറയുന്നവരിലുണ്ട്. ഇതേ കുതിരവണ്ടി. ഹായ് കുതിരവണ്ടി. ഇവിടെ ഇപ്പോഴും കുതിരവണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ആഹാ, ഇനിയിപ്പം അർജന്റായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് റൂം കണ്ടുപിടിക്കണം. അതെ, റൂം നോക്കട്ടെ. അത്യാവശ്യം നല്ലൊരു റൂം എവിടെ കിട്ടുമെന്ന്. അതെ, കണ്ടോ, നമ്മളിവിടെ ഒരാള് ഇങ്ങനെ ചേട്ടാ താമസം ഉണ്ടോന്നൊക്കെ ചോദിച്ച് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പം ഓക്കെ ആയിരിക്കും, ഇല്ലെങ്കിൽ അറിയത്തില്ല. എന്തായാലും ഒന്ന് നോക്കട്ടെ. പുള്ളി നമ്മളോട് ഒരു കാർഡൊക്കെ തന്നിട്ട് ന്യൂ കരോണ ലോഡ്ജ് 2000 രൂപ റൂമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പോയി നോക്കാം അല്ലേ. നമ്മള് അടുത്ത് പോയി റൂം നോക്കി. റൂം കൊള്ളായിരുന്നു. ടോയ്ലറ്റ് ഒരു വൃത്തിയിലായിരുന്നു കേട്ടോ. അത് നമ്മൾ അതുകൊണ്ട് എടുത്തില്ല. അത് 2-3 പ്രാവശ്യം മുന്നേ നമ്മളിവിടെ വന്നപ്പോൾ താമസിച്ചൊരു ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ഒരു VPS ഗ്രാൻഡ് എന്ന് പറഞ്ഞു. അവിടെ നല്ല വൃത്തി ഉണ്ടായിരുന്നു. ഒന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മള് റൂം എടുത്തു. നമ്മൾ എടുത്ത ഹോട്ടലിന്റെ പേര് VPS ഗ്രാൻഡ് എന്നാണ്. അടിപൊളി ഹോട്ടലാണ് കേട്ടോ. റേറ്റ് ഒക്കെ റീസണബിൾ റേറ്റേ ഉള്ളൂ. ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇതുണ്ടോ, അമ്പലം കണ്ടോ, ഇത്ര അടുത്താണ്. ഇതാണ് ഏറ്റവും പ്രത്യേകത. ഹോട്ടൽ VPS ഗ്രാൻഡ്. നമുക്ക് അകത്തോട്ട് പോവാം. അതിന് മുന്നേ ഇവിടെ ഈ സൈഡ് കണ്ടോ, നല്ല ഉഗ്രം പാർക്കിംഗ് ആണ് കേട്ടോ. കണ്ടോ, പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് റെസ്റ്റോറന്റ് ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ റെസ്റ്റോറന്റ് ഉണ്ട് കണ്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കഴിച്ചായിരുന്നു, നല്ല ഫുഡായിരുന്നു. റെസ്റ്റോറന്റ് ക്ലോസിംഗ് ടൈം എപ്പോഴാണ്? 10:30. നമ്മളെടുത്തേക്കുന്ന ഡീലക്സ് റൂമാണ്.
സ്റ്റാൻഡേർഡ് ഡബിൾ AC ഉണ്ട്, നല്ല ഉഗ്ര റൂമാണ് അല്ലേ? കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഡീലക്സ് ആയതുകൊണ്ട് AC കൂടെ ചേർത്ത് 2000 AC അല്ല GST കൂടെ ചേർത്ത് 2800 രൂപ. സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് AC ആണെന്നുണ്ടെങ്കിൽ GST കൂടെ ചേർത്ത് 2240 രൂപ. അത് നമുക്ക് റൂം കാണാം. അവരാദ്യം പോയി റൂമിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ റൂം നമ്പർ 306. ഇതാണ് കേട്ടോ റൂം. നല്ല അതിവിശാലമായ റൂം. ഇവിടെ ഒരു കബോർഡൊക്കെ ഉണ്ട്. പിന്നെ ഒരു വലിയൊരു കണ്ണാടി. ഇത് ടോയ്ലറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കൊള്ളാം കേട്ടോ, കണ്ടിട്ട് തന്നെ നല്ല വൃത്തിയൊക്കെ ഉണ്ട്. അടിപൊളി, നല്ല സ്പേഷ്യസ്. ഇവിടെ ഇത് 2 മെഡിമിക്സ് സോപ്പ് ഉണ്ട്. പിന്നെ ഒരു ഡെന്റൽ കിറ്റ് ഉണ്ട്. അത് പേരൊക്കെ വെച്ച് എഴുതിയ പേസ്റ്റ് ഇതാണെന്ന് തോന്നുന്നു. 2 മെഡിമിക്സ്. കൊള്ളാം. ഒരു ബോട്ടിൽ വെള്ളമുണ്ടേ. പിന്നെ സാറിന് പോലെ തന്നെ TV, AC. ഇനിയാണ് മർമ്മപ്രധാനമായിട്ടുള്ള സാധനം കാണിച്ചത്. ഏതാ ജിങ്കു? പറ. കണ്ടോ അമ്പലം കണ്ടോ? കാണുന്നുണ്ടോ? വാവ്, എന്ത് രസമല്ലേ! ഓ, ഒന്നും പറയാനല്ലേ, അടിപൊളി. എന്നെ വ്യൂ ആന്ന് നോക്കിയേ. നേരിട്ട് കാണാൻ ഇതിലും അടിപൊളിയാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഈ ഇതിനകത്തൂടെ കാണുന്നതിലും അടിപൊളിയാണ് നേരിട്ട് കാണാൻ. എങ്ങനെയുണ്ട് ചിങ്കമ്മ? ഫ്രഷ് ആയിട്ട് ഇറങ്ങാം വെളിയിലോട്ട് അല്ലേ? ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് വെളിയിൽ ഇറങ്ങിയതാ. അവരവിടെ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുന്നു. വേറൊരു വ്യൂ കാണിച്ചു തരാം കണ്ടോ. അവിടെയാണ് നമ്മുടെ റൂം. അവിടെ 2 ചേച്ചിമാരൊക്കെ കേൾക്കുന്നുണ്ടോ? അവിടെയാണ് നമ്മുടെ റൂം. അവിടെ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബാൽക്കണി വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയാല് വാവ്, കണ്ടോ മല കണ്ടോ? ആഹാ, ഒരു രക്ഷയില്ല കേട്ടോ. വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അടിപൊളി കണ്ടോ. ഇതിലിങ്ങനെ നടന്നു പോയാല് ഇങ്ങനെ നടന്നു പോയി. അത് ഇപ്പൊ ആ വണ്ടി ആ ലൈറ്റ് ഇട്ടുകൊണ്ട് ഓട്ടോ വരുന്നുണ്ടോ? അതിന്റെ തൊട്ടപ്പുറത്തുനിന്ന് ആ വെട്ടം കാണുന്നിടത്തുനിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെ അവിടെ ആ ഓം എന്ന് പറഞ്ഞ് അവിടെ ചെല്ലും. അവിടുന്ന് പിന്നെ മുകളിലോട്ട് കണ്ടോ, അവിടുന്ന് പിന്നെ മുകളിലോട്ട് ഇങ്ങനെ നടന്ന് കയറിയാൽ പളനിമലയിൽ എത്താം. അടിപൊളി. എങ്ങനുണ്ട്? അപ്പൊ പളനി വന്നിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ. നല്ല ഹോട്ടലാ കേട്ടോ, അടിപൊളി. അങ്ങനെ കുളിച്ച് ഫ്രഷായി. അടിപൊളി ചൂടുവെള്ളം അല്ലേ? അതെ. ഇനിയിപ്പോ ഒന്ന് പുറത്തിറങ്ങണം, ഫുഡ് കഴിക്കണം, വന്ന് കിടന്നുറങ്ങണം. എന്നിട്ട് നാളെ രാവിലെ പോയി മുട്ടയിടും. അപ്പം നാളെ ഇനി കാണുമ്പോ ആയിരിക്കില്ല. അപ്പൊ നാളെ ഇനി മുട്ട അടിക്കുന്ന വീഡിയോ ആയിട്ട് കാണാം. സ്കിപ്പ് ചെയ്യണ്ട, ഇതിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് വരും. ഓക്കെ. ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോ കാണാം കേട്ടോ.
ഗുഡ് മോർണിംഗ്. അതെ, ഗുഡ് മോർണിംഗ്. നമ്മള് രാവിലെ എഴുന്നേറ്റു, ഫ്രഷായി. ഇനി മുട്ട അടിക്കാൻ പോവാ. മുട്ട അടിക്കാൻ പോവാട്ടോ. ഇച്ചിരി നേരം കൂടെ മാത്രം ഇങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. അതെ അതെ അതെ. ചിങ്കു അവൻ ഇന്നലെ രാത്രി മുഴുവൻ കരച്ചിലായിരുന്നു. ആണോ? ചിങ്കു സങ്കടം വരുന്നുണ്ടോ? ചിങ്കു അതിനെന്തിനാ സങ്കടം വരുന്നേ? പെട്ടെന്ന് അപ്പൊ നമുക്ക് ഇനി മുട്ട അടിക്കുന്നിടത്ത് വെച്ച് കാണാം. ഇവിടെ അടുത്തെത്തി. ഈ ആ മരം നിൽക്കുന്ന ഇല്ലേ, അതിന്റെ അടുത്തായിട്ടാണ് മുട്ട അടിക്കുന്ന പറഞ്ഞ്. നോക്കാം. അവിടുന്ന് റൈറ്റ് പോണം. ഇത് ഇവിടെയൊക്കെ ടാറ്റു സ്റ്റുഡിയോ ഉണ്ട് കേട്ടോ. രാവിലെ ഇരുന്ന് ടാറ്റു അടിക്കുന്നു എന്റെ പൊന്നെ. ആ രാവിലെ ഇരുന്ന് ടാറ്റു അടിക്കുന്നു. ഒന്നോ ഇതിനടുത്ത് ക്യൂ ഉണ്ടോ? ആൾക്കാരെ മുട്ടയടിക്കാൻ നിൽക്കുന്നത് ഇഷ്ടം പോലെ. അവിടെ വരെ ക്യൂ ആ. അതെ. ഇത് ദേവസ്വത്തിന്റെയാന്ന് തോന്നുന്നു കേട്ടോ മുട്ട അടിക്കുന്നത്. ഇവിടെ ക്യൂ നിൽക്കണം മുട്ട അടിക്കാൻ. കണ്ടോ? മുടി കാണിക്കാൻ നൽകുന്ന ഭക്തജനങ്ങൾക്ക് പണമില്ലാതെ തന്നെ ഇവിടെ മുടി എടുക്കാം. പണമില്ലാതെ മുടി മുറിക്കുവാനുള്ള ചീട്ട ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിന് നമ്മള് ഇവിടെ കൗണ്ടർ ഉണ്ട്. കൗണ്ടറിൽ നിന്ന് എടുക്കണം. വേണ്ട പൈസ അടിപൊളി. നിറച്ചാളാ കേട്ടോ. ആ ഈ അണലെടുത്ത് മുറിക്കാം അല്ലേ. ഇതേ ഒരു ബ്ലേഡും കിട്ടും, ഇതുപോലത്തെ ഒരു ചീട്ടും കിട്ടും കേട്ടോ. കണ്ടോ? ഗില്ലറ്റിന്റെ ബ്ലേഡ്, ഇതുപോലൊരു ചീട്ട്. അങ്ങനെ നമ്മുടെ മുട്ട കഴിഞ്ഞിട്ട് മുട്ട വരികയായിട്ടുണ്ട്. കാണിച്ചു കൊടുക്കാൻ കാണിച്ചു കൊടുത്തേ. ഇത് മുട്ട അടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതുപോലെ ഒരു സ്ലിപ്പ് കിട്ടും. അത് കഴിയുമ്പോൾ മുട്ട അടിച്ചു കഴിയുമ്പോൾ അതിന്റെ ഇങ്ങനെ കൗണ്ടറിൽ കൊണ്ടുവന്നിട്ട് ഇതിന് മുമ്പ് നിൽക്കുന്നുണ്ടല്ലോ അവിടെ ഇത് സ്കാൻ ചെയ്യണം. അതിന് ഈ കാണിച്ചേക്കുന്നത് ഞാനാ കേട്ടോ. നേരത്തെ ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഇനി നമുക്ക് റൂമിൽ പോണം അല്ലേ? ഇനി നമുക്ക് റൂമിൽ പോണം. ഒന്നുകൂടെ കുളിച്ച് റെഡി ആയിട്ട് നമുക്ക് മല കയറാം. അപ്പൊ അങ്ങനെ കുളിച്ചത് അല്ല, കുളിക്കാതെ നമുക്ക് മുട്ട അടിക്കാനും പറ്റത്തില്ല. ദേവസ്വത്തിന്റെ കേട്ടോ. അപ്പൊ ഫ്രീ ആണ് മുട്ടയടി. പിന്നെ എന്തെങ്കിലും നമുക്ക് ആ മുട്ട അടിച്ചു തരുന്നവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ദക്ഷിണ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മുടെ താഴേന്ന് പളനി മലയിലോട്ട് ഇപ്പൊ ഫോണോ ക്യാമറയോ അങ്ങനെയുള്ള സാധനങ്ങളോ അലൗഡ് അല്ല. അതുകൊണ്ട് നമ്മുടെ പളനി വീഡിയോ അല്ലേ? വേറൊന്നുമില്ല. കാപ്പ് കുടിക്കണം. എന്നാ പിന്നെ അതിന്റെ പറഞ്ഞേക്കും അല്ലേ?
അപ്പൊ നമ്മുടെ പളനി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.